സുഹൃത്തെ നമസ്കാരം. JDS കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 26 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JDS കറണ്ട് അഫേഴ്സ്. ഇന്ന് കോമ്പറ്റീഷൻസിന്റെ കാലമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കോമ്പറ്റീഷൻസിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ പെർഫോമൻസിന് വേണ്ടിയുള്ള പരിശ്രമം ആണ് നമ്മളുടെ ഓരോ ദിവസത്തെയും കോമ്പറ്റീഷന് വേണ്ടിയുള്ള സമയം കണ്ടെത്തൽ. നമ്മൾ ഓരോ ദിവസം കോമ്പറ്റീഷന് വേണ്ടി സമയം കണ്ടെത്തിയാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസം കോമ്പറ്റീഷന് വേണ്ടി, വിജയിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇവിടെ JDS കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നലെ ഡിസംബർ 25 കറണ്ട് അഫേഴ്സ് ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പത്തെ ദിവസത്തെ കറണ്ട് അഫേഴ്സിൽ വന്നൊരു ചോദ്യമാണ്: IAF ഇന്ത്യൻ എയർഫോഴ്സ് ഹാസ് ഡിപ്ലോയ്ഡ് ദി ഫസ്റ്റ് സ്ക്വാഡ്രൺ ഓഫ് ദി S-400 എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ഇൻ പഞ്ചാബ്. വാട്ട് ഈസ് ദ ഓപ്പറേഷണൽ റേഞ്ച് ഓഫ് മിസൈൽ? S-400 വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന്റെ ആദ്യ സ്ക്വാഡ്രൺ ഇന്ത്യൻ എയർഫോഴ്സ് പഞ്ചാബിൽ വിന്യസിച്ചു. മിസൈലിന്റെ പ്രവർത്തന പരിധി എത്രയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം അപ് ടു 400 കിലോമീറ്റർ. ഇന്ത്യയിൽ ഈയടുത്ത് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒരു എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റമാണ് S-400. ഇതിന്റെ ആദ്യത്തെ സ്ക്വാഡ്രൺ ആണ് ഇന്ത്യൻ എയർഫോഴ്സ് പഞ്ചാബിൽ ഇപ്പോൾ ഓപ്പറേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും JDS കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. Which Malayalam film directed the first national award Tamil film Maruvakkam, who passed away on 24th December 2021? 2021 ഡിസംബർ 24 അന്തരിച്ച ആദ്യ ദേശീയ അവാർഡ് തമിഴ് ചിത്രം മറുപക്കം സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ KS സേതുമാധവൻ. മലയാളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള സിനിമാ സംവിധായകൻ KS സേതുമാധവൻ 90-ാമത്തെ വയസ്സിൽ ചെന്നൈയിൽ അന്തരിച്ചു. 10 നാഷണൽ അവാർഡ്സും 8 സ്റ്റേറ്റ് അവാർഡുകളും നേടിയിട്ടുള്ള KS സേതുമാധവൻ 2009 മലയാള സിനിമയിലെ ഏറ്റവും പരമോന്നത അവാർഡായിട്ടുള്ള JC ഡാനിയൽ അവാർഡിന് അർഹനായി. KS സേതുമാധവന്റെ ആദ്യത്തെ മലയാള ചിത്രമാണ് ജ്ഞാനസുന്ദരി. 1961 ഇത് സംവിധാനം ചെയ്തത്. Which bank has been empaneled as an agency bank by RBI to undertake the banking business of central state government? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ബാങ്കിംഗ് ബിസിനസ് ഏറ്റെടുക്കാൻ RBI ഏത് ബാങ്കിനെയാണ് ഏജൻസി ബാങ്ക് ആയി എംപാനൽ ചെയ്തത്? കത്തോലിക് സിറിയൻ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസംബർ 21 കത്തോലിക് സിറിയൻ ബാങ്കിനെ RBIയുടെ ഏജൻസി ബാങ്ക് ആയിട്ട് എംപാനൽ ചെയ്തു. കത്തോലിക് സിറിയൻ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ്. ഏതാണ്ട് 450 ബ്രാഞ്ചസ് ആണ് ഇന്ത്യയിലൊട്ടാകെ കത്തോലിക് സിറിയൻ ബാങ്കിനുള്ളത്. 319 ATM കൗണ്ടേഴ്സും. After 32 years of glorious service, which Indian naval ship was decommissioned on 23rd December 2021? 32 വർഷത്തെ മഹത്തായ സേവനത്തിന് ശേഷം 2021 ഡിസംബർ 23 ഏത് ഇന്ത്യൻ നാവിക കപ്പലാണ് ഡീകമ്മീഷൻ ചെയ്തത്? INS കുക്രി. തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ കോർവെറ്റുകളിൽ ആദ്യത്തേതായ INS കുക്രി 32 വർഷത്തെ മഹത്തായ സേവനത്തിന് ശേഷം 2021 ഡിസംബർ 23 വ്യാഴാഴ്ച ഡീകമ്മീഷൻ ചെയ്തു. ഈ ചടങ്ങ് നടന്നത് വിശാഖപട്ടണത്താണ്. ഈ ചടങ്ങിൽ ഈസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ ബിശ്വജിത് ദാസ്ഗുപ്ത പങ്കെടുത്തിരുന്നു. Which university has won the Digital Innovation of the Year award at the Distinguished Times Higher Education Asia Awards 2021? വിശിഷ്ടമായ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യൻ അവാർഡ് 2021 ഡിജിറ്റൽ ഇന്നൊവേഷൻ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ സർവകലാശാല ഏത്? ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി. ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിക്ക്
ഡിജിറ്റൽ ഇന്നൊവേഷൻ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചു. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യ അവാർഡിന്റെ ഒരു അവാർഡാണ് ഡിജിറ്റൽ ഇന്നൊവേഷൻ ഓഫ് ദി ഇയർ അവാർഡ്. ഈ അവാർഡിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഏക ഇന്ത്യൻ സർവകലാശാലയാണ് ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി. കഴിഞ്ഞ 2 വർഷമായി ഈ യൂണിവേഴ്സിറ്റി വിജയകരമായിട്ടുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിനും സ്വാധീനത്തിനുമുള്ള അംഗീകാരമായിട്ടാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. The import of Iranian kiwis from which country to India has posed a major concern for Apple's dealers in Kashmir? ഏത് രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറാനിയൻ കിവികളുടെ ഇറക്കുമതി കാശ്മീരിലെ ആപ്പിൾ ഡീലർമാർക്ക് വലിയ ആശങ്ക സൃഷ്ടിച്ചത്? അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ഇറാനിയൻ കിവികൾ എന്ന പഴവർഗം കാശ്മീരിലെ ആപ്പിൾ ഡീലർമാർക്ക് വലിയ ആശങ്ക ഉളവാക്കി. കാരണം ഈ ഇറാനിയൻ കിവികളിൽ നിന്നും പടരുന്ന ചില കീടങ്ങൾ കാശ്മീരി ആപ്പിളുകളെ ബാധിച്ചുവെന്നാണ് കാശ്മീരിലെ ആപ്പിൾ ഡീലർമാർ അവകാശപ്പെടുന്നത്. Name of the first Indian bowler to take hat-trick in Test cricket announced retirement from all forms of cricket. ക്രിക്കറ്റിന്റെ എല്ലാ തരത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയ ആദ്യ ഇന്ത്യൻ ബൗളറുടെ പേര്? ഹർഭജൻ സിംഗിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് നേടിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം. 2021 ഡിസംബർ 24 ഹർഭജൻ സിംഗ് എല്ലാ തരത്തിലുള്ള ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു. 41 വയസ്സുള്ള പഞ്ചാബ് സ്വദേശി ഇദ്ദേഹം 103 ടെസ്റ്റുകളിൽ നിന്ന് 417 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. 236 വൺഡേ ഇന്റർനാഷണൽ നിന്ന് 269 വിക്കറ്റ്സ് നേടിയ വ്യക്തിയാണ്. ഹർഭജൻ സിംഗിന്റെ അരങ്ങേറ്റം 1998 ഷാർജയിൽ വെച്ച് ന്യൂസിലാൻഡിനെതിരെ വൺഡേ ഇന്റർനാഷണൽ ആയിരുന്നു. Which state won the 11th Hockey India Junior National Men's Championship? 11ാമത് ഹോക്കി ഇന്ത്യ ജൂനിയർ ദേശീയ പുരുഷ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഡിസംബർ 25 ചണ്ഡീഗഡിനെതിരെ 3-1 വിജയിച്ച ഉത്തർപ്രദേശ് 11ാമത്തെ ഹോക്കി ഇന്ത്യ ജൂനിയർ നാഷണൽ മെൻസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ഡിസംബർ 16 മുതൽ ഡിസംബർ 25 വരെയായിരുന്നു ഈ മാച്ച്. ഇതിന്റെ വെന്യൂ തമിഴ്നാട്ടിലെ കോവിൽപ്പട്ടിയായിരുന്നു. Which country has decided to close all its nuclear power plants by year 2025? 2025 എല്ലാ ആണവ നിലയങ്ങളും അടച്ചുപൂട്ടാൻ തീരുമാനിച്ച രാജ്യം? ബെൽജിയം. 2025 എല്ലാ ആണവ നിലയങ്ങളും അടച്ചുപൂട്ടാൻ ബെൽജിയം സർക്കാർ തീരുമാനിച്ചു. 2003 ആണ് ബെൽജിയം ന്യൂക്ലിയർ ഫേസ് ഔട്ട് ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനം എടുത്തത്. 2025 കൂടി എല്ലാ ആണവ നിലയങ്ങളും അടച്ചുപൂട്ടാൻ ആണ് ഇപ്പോഴത്തെ തീരുമാനം. ആകെ 7 ആണവ നിലയങ്ങൾ ആണ് ബെൽജിയത്തിനുള്ളത്. ഇതിൽ 2 ഫ്രഞ്ച് യൂട്ടിലിറ്റിയാണ്. ഈ 2 ഫ്രഞ്ച് യൂട്ടിലിറ്റി ആണവ നിലയങ്ങളാണ് രാജ്യത്തെ വൈദ്യുതി ഉൽപാദനത്തിന്റെ പകുതിയോളം നൽകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്: വിച്ച് വാസ് ദ ഡിബേറ്റ് ഫിലിം directed by film director K.S. സേതുമാധവൻ in മലയാളം സിനിമ? ചലച്ചിത്ര സംവിധായകൻ K.S. സേതുമാധവൻ മലയാള സിനിമയിൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ഏതാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.